KM ഇവിടെ ഉദ്ഘാടനത്തിനെത്താത്ത വലിയ വിവാദമായിരുന്നു. അത് വിവാദമാക്കേണ്ട കാര്യമില്ല. അന്ന് തന്നെ ഞാൻ പറഞ്ഞു അസുഖം കാരണമാണ് വരാത്തത്, അടുത്ത ദിവസം തന്നെ വരുമെന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെ എത്തി. വന്നു ഇവിടെ ഈ ഓഫീസ് ഞാൻ നേരത്തെ കണ്ടതാണ്, എന്നിട്ട് അതിൻ്റെ വർക്കൊക്കെ നോക്കി കണ്ട ഒരാളാണ്. അപ്പോൾ അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ അന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എന്നെ ശ്രദ്ധിക്കില്ലല്ലോ. അന്ന് ആ തിരക്കിൽ ഞാനും അങ്ങ് തള്ളിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് വലിയ ചർച്ചയായിരുന്നു. അല്ല, അത് പാർട്ടി ഇന്നലെ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടം ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ ഇങ്ങനെയും ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിലൊരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയത് തെറ്റാണ് എന്നാണ് ഇന്നലെ KPC യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർശന നടപടി ഉണ്ടാവുമെന്ന് KPC പ്രസിഡന്റ് ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞു. അല്ല, അങ്ങനെ എന്താണ്, അതല്ല, അത് പരിശോധിച്ച് പാർട്ടി ഭാവിയിൽ ഇക്കാര്യങ്ങൾ ആവർത്തിക്കാതില്ല. ഇപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞു. പക്ഷേ കാരണം സാധാരണ പ്രവർത്തകർ അവരുടെ ഒരു അഭിമാനമാണ് ഈ കെട്ടിടം എന്ന് പറയുന്നത്. അങ്ങനെ അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നത്. ഇപ്പോൾ 92 ഇതുപോലെ ഒരു കെട്ടിടം പണിയണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ അന്ന് ഈ കേസും തർക്കമെല്ലാം കാരണം അന്ന് നടന്നില്ല. ആ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിച്ചത്. അപ്പോൾ കോഴിക്കോട്ടുള്ള മലബാറിൽ തന്നെയുള്ള കോൺഗ്രസ്സുകാരുടെ ഒരു അഭിലാഷം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ മോശമുണ്ടാക്കുന്ന പ്രവർത്തനം അതിനെക്കുറിച്ച് KPC വിലയിരുത്തിയിട്ടുണ്ട്. ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കുന്നതാണെന്ന് ഇന്നലെ KPC പ്രസിഡന്റ് തന്നെ യോഗത്തിൽ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഓരോ നിമിഷവും ഒരു എന്താ പറയേണ്ടത്, ഒരു സിനിമയിലെ തന്നെയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓരോ ചലനങ്ങളും നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട്. പഴയ കാലം പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ്, എല്ലാ പൊതുപ്രവർത്തകരും. ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP വിലയിരുത്തൽ ഭീഷണി അല്ല, BJPയുടെ ഭീഷണിക്ക് വലിയ കഥയൊന്നുമില്ല. കാരണം 18,000 പരം വോട്ടിന് തോറ്റേൻ്റെ ദേഷ്യം ആ MLA കാണിച്ചിട്ട് ഒരു കാര്യം, അത് ഇവിടെ നടക്കില്ല. ഇത് മോഡിയുടെ നാടല്ല. അത് നമുക്ക് കാണാമല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു BJP നേതാക്കന്മാരും മര്യാദയ്ക്ക് നടക്കില്ല. അതിനുള്ള കഴിവൊക്കെ കേരളത്തിൽ പാർട്ടിക്കുണ്ട്. അത് അവരുടെ സങ്കുചിത മനസ്ഥിതിയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ജനവിഭാഗത്തിനോട് ഇന്ത്യയിൽ മൊത്തത്തിലും ക്രൈസ്തവരോട് കേരളത്തിന് പുറത്തും ഒരേ മനോഭാവമാണ് BJPക്ക്. അത് എല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ കാണിക്കുന്ന ക്രൈസ്തവരോടുള്ള സ്നേഹം കേരളത്തിന് പുറത്തില്ല. എന്നിട്ടും തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് തേർത്തി വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ജബൽപൂരിലെ സംഭവം. ഒരു ഫാദറെ കയറി തല്ലിയത്, അത് RSSകാരാണ് തല്ലിയത്. രണ്ടാമത് ഒഡീസയിലെ പള്ളി കയറിയിട്ട് ആക്രമിച്ച പോലീസാണ്. അവിടുത്തെ ഒറീസയിലെ BJP സർക്കാരിൻ്റെ പോലീസാണ്. ഇവിടെ അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഓശാന ഞായറാഴ്ച ദിവസം അവരുടെ പ്രദക്ഷിണം തടഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. സ്ഥിരം നരേന്ദ്രമോദി പോകുന്ന ഒരു പള്ളിയാണ് അവിടുത്തെ സേക്രഡ് ഹാർട്ട് ദേവാലയം എന്ന് പറയുന്നത്. അവിടെയാണ് ഓശാന ഞായറാഴ്ച ദിവസം അവിടെ പ്രദക്ഷിണം നിരോധിച്ചത്. ഓർഗനൈസറിലെ ലേഖനം, കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സ്വത്ത് ക്രൈസ്തവർക്കുണ്ട് എന്നുള്ള അവരുടെ കമൻറ്റ്. ഇപ്പോൾ മുനമ്പത്ത് കണ്ടല്ലോ, മിനിഞ്ഞാന്നത്തെ കിരൺ റിജിജുവിൻ്റെ വരവ് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ തന്നെയായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മനോഭാവം ഇതാണ്. ഇവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട ഇന്ത്യയിൽ വന്നാൽ അന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഹിന്ദു മതത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളായിരിക്കും. ആദ്യം ഹിന്ദുവൽക്കരണം പറയും, അത് കഴിഞ്ഞതിന് ശേഷം സവർണവൽക്കരണം വരും. ഇതൊക്കെ ഒരു ചൂണ്ടുവലകയാണ്. ഇത് കണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ സങ്കുചിത മനസ്ഥിതി എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ DVSയുടെ വിഷയത്തിൽ പ്രതികരണം കൊടുത്തിരുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എൻ്റെ മനസ്ഥിതിനെക്കുറിച്ച് മാർക്കിടാൻ രാകേഷിനാരും ചുമതലപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി സ്ത്രീത്വത്തിനെക്കുറിച്ച് കൂടുതൽ വാചാലനായിരുന്നു. അതിന് ഞാൻ മറുപടി പറയാം. ബാക്കിയുള്ള ഞാൻ ഇന്നലെ പറഞ്ഞ തന്നെ അത് ഒരു മാറ്റമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, സ്വന്തം മകൻ 51 വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന കാഴ്ച കാണേണ്ടി വന്ന TP ചന്ദ്രശേഖരൻ്റെ അമ്മയും ഒരു സ്ത്രീയായി. സ്വന്തം ഭർത്താവിനെ 51 വെട്ടി കൊന്ന് വിധവയാക്കപ്പെട്ട KK രമയും ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ളവരോടുള്ള സ്ത്രീത്വത്തിൻ്റെ ബഹുമാനം കാണിക്കാത്തവർ സ്വന്തം പാദസേവകരെ അനുഗ്രഹിക്കുന്നത് അതേതായാലും ഞങ്ങൾ അതിനോട് ഒട്ടും യോജിക്കില്ല. ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് പിണറായിൻ്റെയോ രാകേഷിൻ്റെയോ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. പറയേണ്ട കാര്യങ്ങൾ ഇനിയും പറയും. അതിൽ സ്ത്രീ എന്നോ പുരുഷനോ എന്നല്ല,
സിവിൽ സർവീസ് നിയമം ആര് ലംഘിക്കുന്നു അതിനെ ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി വരും. ഉടൻ തന്നെ മറ്റേ ഇലക്ഷൻ കമ്മിറ്റി യോഗം കൂടും, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, ഒറ്റക്കെട്ടായി മുന്നണി മുന്നോട്ട് നീങ്ങും. ഈ നിലമ്പൂർ ബൈപ്പാസിനോട് 227 കോടി രൂപയാണ് ഇന്നലെ സർക്കാർ അത് പെട്ടെന്ന് പ്രഖ്യാപിച്ച ഇലക്ഷൻ കഴിഞ്ഞാൽ ആ കോടി എവിടെ പോകുന്നു കണ്ടുവിനെ അറിയണം. പ്രഖ്യാപനമൊക്കെ നന്നായി, സന്തോഷമാണ്. പക്ഷേ ഇത് നേരത്തെ പ്രഖ്യാപിക്കായിരുന്നില്ല. എന്നാൽ പണി തീർന്നേനല്ലോ. ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ 9 കൊല്ലം അൻവർ LDFൻ്റെ MLA ആയിരുന്നില്ലേ, UDF കാരനായിരുന്നില്ലല്ലോ. 9 കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ UDFിലേക്ക് വന്നത്. അതുവരെ LDFിൽ ഉണ്ടായിരുന്നില്ലേ, അന്ന് സാങ്ഷൻ ആക്കായിരുന്നല്ലോ. അപ്പോൾ നിലമ്പൂരിലെ UDFൻ്റെ MLA വരുമ്പോൾ ഇവരുടെ കോടി എവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ അടുത്ത ഇലക്ഷന് UDF വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട ഈ നിലമ്പൂർ ബൈപ്പാസിന് തന്നെയായിരിക്കും. രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കുമെതിരെ ഇപ്പോൾ EDയുടെ അന്വേഷണം നടത്തി. EDയെ ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ED എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ വിലാസം സംഘടനയാണ്. അവിടെ അതിൽ ഒരു രസകരമായിട്ടൊരു കാര്യമുണ്ട്. ED കാര്യമായിട്ട് പെരുമാറാത്ത ഒരു നോൺ BJP സ്റ്റേറ്റ് കേരളം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അർദ്ധനാരീശ്വരനാണ്. പകുതി BJPയും പകുതി CPMുമാണ്. അതുകൊണ്ട് കേരളം ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും, ഇപ്പോൾ കേജ്രിവാളിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലൊക്കെ ഒരു നോൺ BJP മുഖ്യമന്ത്രിമാരോട് കാണിക്കുന്ന എല്ലാ ദ്രോഹവും ഒരു കാണിക്കാറുണ്ട് അതിലൊഴികെ. അതുകൊണ്ട് EDയെ ഞങ്ങൾക്ക് വലിയ പേടിയൊന്നുമില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് തറക്കാനൊന്നും ഒരു EDയും കേടിയും വളർന്നിട്ടില്ല.